ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. എൻ്റെ ഏറെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും വിഷുദിന ആശംസകൾ. മമ്മൂക്ക നായകനായി എത്തിയ ബസൂക്ക 5ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിനങ്ങളും പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ ബോക്സ് ഓഫീസിൽ വേട്ട തുടങ്ങിയിരുന്നത്. 4ാം ദിനം ഞായറാഴ്ച മികച്ച പെർഫോമൻസ് തന്നെയാണ് സിനിമയ്ക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. ഈ ഒരു വിഷുക്കാലത്ത് 3ഓളം സിനിമകളാണ് റിലീസ് ചെയ്തതെങ്കിൽ 3ഉം ഒന്നിനൊന്നിന് മെച്ചം എന്ന് തന്നെ പറയാം. ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്ന സിനിമകൾ തന്നെയാണ് 3ഉം. ഓരോരുത്തരുടെയും വ്യത്യസ്ത ജോണറുകൾ തന്നെയാണ്. ഓരോ പ്രേക്ഷകൻ്റെയും ഇഷ്ടവും വ്യത്യസ്തമാണ്. അതിനനുസരിച്ച് അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സിനിമകളും. ഇനി ഈ 4 ദിവസം പിന്നിടുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് കളക്ഷനിലേക്ക് എന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു ഞായറാഴ്ച മിന്നുന്ന ഞായറാഴ്ച തന്നെയാണ് ബസൂക്കയ്ക്ക് ഉണ്ടായിരുന്നത്. ഏകദേശം 900ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 1 ലക്ഷത്തോളം ജനങ്ങൾ ടിക്കറ്റ് എടുത്തു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. 35% തന്നെ ഒക്യുപ്പൻസി വരുമ്പോൾ സിനിമ 1,60,00,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം പുറത്തു വന്നിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ. അതായത് ശനിയാഴ്ചത്തേന് സമാനമായ രീതിയിൽ കൂടി വന്നാൽ ഒരു 10,000-20,000 രൂപയുടെ ഡിഫറൻസ്. അത് ഞായറാഴ്ച തന്നെയാണ് കൂടുതലും കാണാൻ കഴിയുന്നത്. ശനിയാഴ്ച ദിനത്തിൽ സിനിമ 2 കോടി നേടിയിരുന്നുവെങ്കിൽ ഞായറാഴ്ചയും സിനിമ 2 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യ ദിനം 3.5 കോടി നേടിയ സിനിമ 2ാം ദിവസം 2.25 കോടിയോളമാണ് നേടിയത്. അങ്ങനെ കേരളത്തിൽ നിന്ന് മാത്രം സിനിമ 10 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രം 8 കോടിയിലേക്ക് സിനിമ 4 ദിവസത്തെ കളക്ഷൻ എത്തിയിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് മികച്ച അഭിപ്രായവും ഒപ്പം കനത്ത ഡീഗ്രേഡിങ്ങും കാണാമെങ്കിൽ ഇന്ന് സിനിമ കുതിച്ചുയരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ ഈ സിനിമയെ ഇടിച്ചു താഴ്ത്താനായി പല സിനിമകളെയും പൊക്കിപ്പറയുന്ന എതിരാളികളെ കാണുമ്പോൾ സിനിമ കണ്ടിറങ്ങുന്നവർ അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമകൾ കണ്ടിറങ്ങുന്നവർ ഈ ഒരു സിനിമയ്ക്ക് കൂടുതൽ താല്പര്യം കാണിക്കുന്നു. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ പെർഫോമൻസ്, സ്റ്റൈലിഷ് അപ്പിയറൻസ് അതുതന്നെയാണ് സിനിമയെ ഏറ്റവും മുന്നോട്ട് നയിക്കുന്നത്. അതുമാത്രമല്ല ഒരു നവാഗത സംവിധായകൻ്റെ ബ്രില്യൻസ്, അയാളുടെ എക്സിക്യൂഷൻ മികവ്, ഇതെല്ലാം തന്നെ ആ ഒരു സിനിമയിൽ കാണാൻ കഴിയുന്നു. ചുമ്മാതല്ല 5-6 വർഷം എടുത്തിട്ട് തന്നെയാണ് അയാൾ ആ ഒരു സിനിമയ്ക്ക് അണിഞ്ഞൊരുങ്ങിയതെങ്കിൽ അയാളുടെ പേര് കലൂർ ഡെന്നീസിൻ്റെ മകൻ ദിനു ഡെന്നീസ് ആണെങ്കിൽ അത് അയാളുടെ വിജയമായി മാറുകയാണ്. മമ്മൂട്ടിയെ പോലെ ഒരു താരത്തെ കിട്ടുമ്പോൾ അദ്ദേഹത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള കാര്യം അദ്ദേഹവും ചിന്തിച്ചിരുന്നു. അതുതന്നെ ഇവിടെ നടക്കുകയും ചെയ്തു. ഈ ഒരു 5ാം ദിവസത്തേക്ക് കടക്കുമ്പോൾ സിനിമ 25 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് സിനിമ 16 കോടിക്ക് മുകളിലെത്തിയെങ്കിൽ ഞായറാഴ്ച ദിനത്തോടെ സിനിമ 20 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. GCC രാജ്യങ്ങളിൽ മികച്ച ഒരു കളക്ഷനോടെ കൂടി തന്നെ സിനിമ പോകുന്നു. അഭിപ്രായത്തിലും മികച്ച് തന്നെ പോകുന്നു. GCCയിൽ നിന്ന് മാത്രമേ സിനിമ 9 കോടിയോളം എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണേലും അതിഗംഭീരവും അതിമനോഹരവുമായി തന്നെ വീണ്ടും ഒരു മമ്മൂട്ടി സിനിമ വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ വരാം. പിന്നെ വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ ഒഴിച്ചു വെച്ചുകൊണ്ട് ഹേറ്റേഴ്സിനും ഇതിൽ പങ്കെടുക്കാം. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ വിഷു വിശേഷങ്ങൾ ഒന്ന് പറയാം. ഇവിടെ സിനിമയെക്കാളുപരി നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സൗഹൃദം തന്നെയാണ്. അതിനകത്തിൽ നിങ്ങളുടെ വിഷുദിനം എങ്ങനെയാണ്? ഫാമിലിയുമായിട്ടാണോ, ഒറ്റപ്പെട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെയാണോ, അവരെ വിളിച്ചോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പറയാം. എന്താണെങ്കിലും ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക, ഈ പറഞ്ഞ മമ്മൂട്ടിയായാലും മോഹൻലാലാണെങ്കിലും അവരൊക്കെ കലാകാരന്മാർ മാത്രമാണ്. നമ്മൾ നൽകുന്ന 150 രൂപ മേടിച്ച് നമ്മളുടെ കഷ്ടപ്പാടുകളിൽ നിന്നും കൂലിപ്പണിയിൽ നിന്നും കിട്ടുന്ന കാശ് മേടിച്ച് അവർ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി അരങ്ങിൽ ആടുന്നവരാണ്. അവരും മനുഷ്യരാണ്. പക്ഷേ അവർക്ക് നമ്മൾ നൽകുന്ന വാല്യൂ മികച്ചതാണെങ്കിലും ഒരു കാര്യം നമ്മൾ സ്വയം ആലോചിക്കുക, നമ്മൾ തന്നെയാണ് രാജാവ്, പ്രേക്ഷകനാണ് രാജാവ് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.